ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് റിയാദിലേക്ക്, ബോളിവുഡ് കാണാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെന്ന് താല്പര്യമുള്ളവർ ഗേറ്റ് വേ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസുമായിട്ട് അവർക്ക് പാക്കേജ് ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ അവരുടെ പാക്കേജിലാണ് പോയത്. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഫുഡ് കാര്യങ്ങൾ എല്ലാം സെറ്റായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഹൈലിലോ അൽക്കസിമിലോ ഉള്ള ആരെങ്കിലും ഈ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവർ ഗേറ്റ് വേ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു ട്രാവലിന് എത്തും. നമ്മൾ ബോളിവുഡിലെത്തിയാണ്. ഇവിടെ വന്ന് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി എന്തിനാണെന്ന് വെച്ചാൽ പാർക്കിങ്ങിലായിരുന്നു. പാർക്കിൽ കിട്ടാൻ നല്ല പാടായിരുന്നു, കാരണം അതുപോലെ തിരക്കുണ്ട് അവിടെ. ലാസ്റ്റ് ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് വന്ന് ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര അതിമനോഹരമാണ് കാണാൻ തന്നെ. ഫസ്റ്റ് തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കൺട്രി എന്താ വെച്ചാൽ സൗദി അറേബ്യയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ട്രഡീഷണൽ സോങ് എന്തോ അങ്ങനത്തെ ഡാൻസ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാം കൺട്രീസ് ചെല്ലുമ്പോഴും അവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള ഡാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമായി. എനിക്ക് സൗദീസിലെ ആ സോങ്ങും അവരുടെ ഡാൻസും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളത് കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു, ഇരുന്നിടം വരെ എൻജോയ് ചെയ്തു. ഞങ്ങളും ചെറിയ സ്റ്റെപ്പൊക്കെ അവരുടെ കൊടുത്തിട്ട്, പക്ഷെ നല്ല എൻജോയബിളായിരുന്നു. പിന്നെ ഞങ്ങളവിടെ അതിനകത്ത് ഭയങ്കരമായിരുന്നു, നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കയറുന്നൊരു ഫീലായിരുന്നു അകത്തേക്ക് കയറും. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ കൺട്രീസിലും അവിടുത്തെ സ്പെഷ്യൽ ഫുഡും അവിടുത്തെ ഷോപ്പിങ്സ് അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം അവർ ആ രാജ്യത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും പോയി കാണാം, കണ്ട് എൻജോയ് ചെയ്യുക. കാരണം ഇതൊക്കെ ശരിക്കും കണ്ടിരിക്കേണ്ടതാണ് ലൈഫിൽ. പിന്നെ തുർക്കിഷ് ഇവരുടെ ഡാൻസും മറ്റേ ഐസ്ക്രീംസും ഞങ്ങളങ്ങനെ ട്രൈ ചെയ്തു കേട്ടോ. അവരിങ്ങനെ നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ ട്രൈ ചെയ്യും, അവർ ഇൻവൈറ്റ് ചെയ്യും. പിന്നാണ് മനസ്സിലായി അവർ കാശ് മേടിക്കും എന്നുള്ള കാര്യം. അത് നല്ല രസമായിരുന്നു. ഇതിപ്പം പുള്ളിക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല സ്മാർട്ടായിട്ടാണോ എന്ന് അറിയത്തില്ല, ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിവേ നല്ല രസമാണ് അവരുടെ ഡാൻസും എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ സൗദിയിൽ തന്നെ മെയിനായിട്ടും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല നട്ട്സ്, കാരണം അവർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കൺട്രീസും നമ്മൾ എൻജോയ് ചെയ്യും. ശരിക്കും ആ കൺട്രീസിൽ നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലത്തെ ഒരു എൻവയോൺമെൻറ്റിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് മാർക്കറ്റൊക്കെ അവർ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. മാർക്കറ്റിൽ കയറി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആഫ്രിക്കയും ഇന്തോനേഷ്യ. ഈ രണ്ട് കൺട്രീസും അവരും വളരെ മനോഹരമായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി എൻജോയ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ്. ഇത് കാണാണ്ട് പോയാൽ വളരെ നഷ്ടമാണ് നമുക്ക്. ഞങ്ങളിതെല്ലാം എൻജോയ് ചെയ്തു, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ യൂറോപ്യൻ കൺട്രീസിൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ഒരു പേരച്ചേട്ടനുണ്ടായിരുന്നു, പേരച്ചേട്ടനോട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അതെ, ഇതിൻ്റെ അകത്ത് ഹൊറർ വെല്ലിലേക്കകത്ത് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ പേടി കാരണം ഞങ്ങൾ കയറിയില്ല. എല്ലാ കൺട്രീസിലും ഓരോ ടൈമിങ്സ് വെച്ചിട്ടുണ്ട്. അവർ ആ ടൈമിങ്സിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ നമുക്ക് മിക്കപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പം കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ചില കൺട്രീസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഡാൻസ്. അല്ലെങ്കിൽ അവരവിടെ നമുക്ക് ബോർഡിൽ എഴുതി കാണിക്കും ഇന്ന ടൈമിൽ ഡാൻസ് ഉണ്ട്, അത് കാണണം എന്നുള്ളവർക്കാണെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് നമുക്ക് കണ്ടിട്ട് പോകാം. പക്ഷെ കണ്ടിട്ട് പോകാം 6 hours 7 hours എടുത്താലും ഉണ്ടല്ലോ, നമ്മളത് ഫുൾ കണ്ട് കഴിയില്ല. അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ, നമുക്ക് കണ്ട് നിന്നു പോകും. പിന്നെ ചൈന ഒരു രക്ഷയില്ല കേട്ടോ. ചൈനയും അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് ഒന്നും ട്രൈ ചെയ്യാൻ തോന്നിയില്ല. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു, ഭയങ്കര കളർഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടില്ലേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്ത് ഭംഗിയാണ് കാണാൻ. ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ എയർ കാർ കയറിയത്. എയർ കാർ ഭയങ്കര വ്യൂ ആണ്. അതായത് ബോളിവുഡ് ഫുള്ള് നമുക്ക്
ആ എയർ കാറിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് വൺ വേ, നമുക്ക് വേണമെങ്കിൽ വൺ വേ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് റിട്ടേൺ വരികയും ചെയ്യാം. പക്ഷേ ഇതൊരു വ്യൂ ഉണ്ടല്ലോ, അയ്യോ അമ്മാതിരി വ്യൂ ആയിരുന്നു. ശരിക്കും ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് കയറിയില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായേനെ. അതുപോലെ വ്യൂ ആണ് കാണാൻ. അപ്പോൾ എല്ലാവരും പോയി കാണുക, കണ്ട് ഇഷ്ടപ്പെടുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.